തെരഞ്ഞെടുപ്പ് വരലും രാഷ്ട്രീയമാക്കലുമെല്ലാം ഈ വിഷയത്തിനകത്ത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിഷയത്തെ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന പാട്ടിൽ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കേരളത്തെ ആകെ തെരിധരിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് മിണ്ടാൻ വേണ്ടി പോലും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. പറയാൻ അവർക്ക് കഴിയില്ല. കാരണം കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സുവ്യക്തമായി ആളുകളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 2004 പോറ്റി കയറി വരുന്നതും പിന്നെ അതിനുശേഷം അവരുടെ ഘട്ടത്തിലാണല്ലോ എല്ലാ തരത്തിലും പോറ്റി സഹായിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 2007 ജി രാമൻ നായർ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ പോറ്റി പരികർമ്മിയായി മാറുന്നത്. പിന്നീട് അതിനുശേഷം 2013 അന്നദാനത്തിനുള്ള സ്പോൺസറായി പോറ്റിയെ മാറ്റുമ്പോൾ ഗോവിന്ദൻ നായർ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് 2017 ഔദ്യോഗികമായി പലതും മാറ്റി ഈ സ്വർണം മാറ്റാനെല്ലാമുള്ള സ്പോൺസറായി ഇവർ ഔദ്യോഗികമായി പോറ്റിയെ മാറ്റുന്നത്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബോർഡിൻ്റെ കാലത്തായിരുന്നു എന്നറിയാം. അതായത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇവിടുന്ന് ഉരുപ്പടികൾ ഊരിക്കൊണ്ടുപോകാനും അതിൽ സ്വർണം പൂശി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവെക്കാനും എല്ലാം ആരംഭിക്കുന്ന 2017 ആ ചുമതല ഔദ്യോഗികമായി നൽകുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണ് എന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇതെല്ലാം നേരത്തെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി വരികയാണ്. ആ വ്യക്തമായി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഉത്തരവിടുകയാണ്. ആ അന്വേഷിക്കാൻ ഉത്തരവിടുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ നേരത്തെ ഈ പറഞ്ഞ കൊടിമരം മാറ്റാൻ വേണ്ടി അവർ അത് ജീർണിച്ചു പോയിരിക്കുന്നു എന്ന കാരണം കണ്ടെത്തുന്നു. അത് കോൺക്രീറ്റ് കൊടിമരമാണ്. കോൺക്രീറ്റ് ജീർണിക്കുകയും ചിതറിക്കുകയും ചെയ്യില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അത് മാറ്റാൻ തീരുമാനിച്ചു. മാറ്റുമ്പോൾ തന്നെ ആ ഘട്ടത്തിൽ ഈ സ്പോൺസർമാർ ഉൾപ്പെടെ വരികയാണ്. അങ്ങനെ വന്നുകൊണ്ട് അവിടെ കാണുന്നത് ഇതിൽ സ്പോൺസറായി അതിൽ യഥാർത്ഥത്തിൽ പണം എസ്റ്റിമേറ്റ് തുക തയ്യാറാക്കി ഏതാണ്ട് 3,20,00,000 രൂപയാണ് ഇതിന് ചെലവ് വരിക ഈ കൊടിമരം മാറ്റാൻ. അത് പൂർണ്ണമായും ഫോണിക്സ് എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ളൊരു കമ്പനി നൽകി. പൂർണ്ണമായും ഇതിന് വരുന്ന തുക അവർ നൽകിയതിന് ശേഷവും വ്യാപകമായ പണപ്പിരിവ് നടത്തി. അതിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പണം പിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അപ്പോൾ പണം പിരിക്കുക, അപ്പുറത്ത് തട്ടിപ്പ് നടത്തുക, ഇതെല്ലാം മാറ്റിവെക്കുക എന്നതെല്ലാം ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു.